ഭയങ്കര ചിരി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടി ചിരിക്കും കേട്ടോ നോക്കിയിട്ട്. ഭയങ്കര സന്തോഷം പുറത്തിറങ്ങിയപ്പോ. ഇങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ പിന്നെ അതായത് പിന്നെ ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയതാണ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. സൂര്യൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ചൂട് അനുഭവപ്പെടുന്നത് ഇന്നാണ്. ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ നല്ല ചൂട്, നല്ല വെയിലും നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ്. അപ്പൊ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാ. ഇവിടെ അടുത്തുള്ള ടൗണില് പുറകില് കടപ്പുണ്ട് കാർ സീറ്റില്. അപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഞങ്ങൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ചുമ്മാ വെയില് കണ്ടപ്പോ പുറത്തിറങ്ങിയതാ. എല്ലാരും ഒത്തുകൂടുന്ന പോലെ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ നേരെ പുറകിലുണ്ട് കേട്ടോ. അപ്പൊ അവിടെയുള്ള സായിപ്പന്മാര്, ഇവിടുത്തെ സായിപ്പന്മാരാട്ടോ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ അവര് കൊച്ചിനെ കണ്ടിട്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സന്തോഷം അവർക്ക്. ഭയങ്കര മുടിയുള്ള കൊച്ചിനെ, കറുത്ത മുടിയുള്ള കൊച്ചിനെ ഇവിടെ അങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ. അപ്പൊ മുടിയുള്ള കൊച്ചിനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. എനിക്ക് വെയില് വരുമ്പോ ഭയങ്കര സന്തോഷാടാ. തണുക്കൂലല്ലോ, നല്ലൊരു സ്ഥലം കേട്ടോ ഇവിടെ. നല്ല പ്രകാശമില്ല. ഇന്ന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ രാജാവിന്റെ കിരീടദാനാണ്. ഇന്നാണ്, നാളെയാണ് ഹോളിഡേ. ഇന്ന് നടക്കുന്നു, നാളെ ഹോളിഡേ കൊടുക്കുന്നു, അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഭംഗിയാ. ഇവിടെ എല്ലായിടത്തും പരിപാടി കേട്ടോ. പാട്ടൊക്കെ പാടുന്നു ചേട്ടാ ഗിറ്റാർ കൊണ്ട്. നമുക്ക് ഇന്നലെ കുഞ്ഞു ബേബിക്ക് ഡ്രസ്സ് ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളങ്ങനെ പ്ലാൻ ചെയ്തില്ലല്ലോ. അപ്പൊ ഇന്ന് കുഞ്ഞു ബേബിക്ക് 2 ഡ്രസ്സ് മേടിക്കാടാ. നോക്ക് പുഴ ഇന്നെന്താന്നറിയോ, രാജാവിന്റെ കിരീടദാനല്ലേ. അപ്പൊ അരയന്നങ്ങളുടെ ഇതൊക്കെ നോക്കുന്നത് ഇവിടുത്തെ രാജാവിന്റെ അധികാരാട്ടോ. ഇവർക്ക് ഭക്ഷണം നോക്കുന്നത്, ഇവരുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് ചേച്ചിയും ചേട്ടയൊക്കെ പോവാന്ന് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും കൂടെ വരുമ്പോ പോവാടാ. അപ്പൊ ചേച്ചിയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിപ്പോ വന്നേ ഉള്ളു. അപ്പൊ അതിന്റെ ക്ഷീണം കാരണം അവര് വന്നിട്ടില്ല. ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. എനിക്കിപ്പോ എന്താ തോന്നുന്നറിയോ, കോഴിക്കോടൊക്കെ പോയില്ലേ, നാട്ടിൽ നിന്ന് ചുരം ഇറങ്ങിയിട്ട്. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാര് എത്ര ആൾക്കാര് വയനാട് ചുരം കയറുണ്ടാവും അല്ലേ? വയനാട് ചുരം, താമരശ്ശേരി ചുരം എത്ര പേര് കേറിയിട്ടുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ. ഇപ്പൊ കൊറേ പേർക്ക് വന്ന് നിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ആയില്ലേ ചുരത്തിലോ? അടിപൊളി സ്ഥലല്ലേ ചേ? അതെ, പിച്ചി തുമ്മുന്ന പൂ പിരിഞ്ഞിട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം പുറത്തിറങ്ങിയപ്പോ. നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ. നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മള് സിനിമ കാണാൻ ഒരു പ്രാവശ്യം നമ്മള് കടുവ കാണാനാ വന്നേ. ഡെക്കാത്തലോൺ ഉണ്ട് ഇവിടെ. ഫാർമസി ആൻഡ് ബ്യൂട്ടി. ഇങ്ങനെയാണ് ഇവിടെ നിർത്താൻ പറ്റില്ല, മഞ്ഞ ലൈനാ. അവിടെ നിർത്താൻ പറ്റില്ല, മഞ്ഞ ലൈന. അതന്നെ ഞാൻ പറഞ്ഞേ. ഇതേപോലെ ആണെന്നെങ്കിലോ നാട്ടില് അങ്ങനെയുള്ള സ്ഥലം ഏതാ? നാട്ടിലൊക്കെ ഇതിനേക്കാൾ സെറ്റപ്പ് ആയിട്ട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ട്രോളി നിവരുന്നില്ല കേട്ടോ. അപ്പൊ വണ്ടി വെച്ച് ഇങ്ങോട്ട് വന്നത് കൊണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ചോദിക്കാൻ പോയിട്ടുണ്ട് അവരുടെ അടുത്ത്. അപ്പൊ അതെന്തോ ഒരു ലോക്ക് വീണോയതായിരുന്നു. അപ്പൊ അത് നിവർന്ന് വെച്ച് വരുന്നുണ്ട്. തുറക്കേണ്ട ശൈലി മറന്നുപോയതല്ലേ? എന്റെ പൊന്നു മോനെ, സമ്മതിക്കരുത്. എടാ സമയം 5 മണി ആവനെ, കൊച്ചിനെടുക്ക്. അപ്പൊ സ്കൈ ബേബിനെ ഇതിലേക്ക് മാറ്റി. അമ്മയുടെ പൊന്നാ ദാഹിക്കുന്നുണ്ടല്ലോ. അതെ, അപ്പത്തേക്ക് പ്രൈമാർക്ക് അടയ്ക്കും. കൊച്ചിന്റെ ഉടുപ്പ് മേടിക്കണ്ടേ? അപ്പൊ നമ്മൾ ആദ്യം കുഞ്ഞു ബേബിക്ക് ഡ്രസ്സ് നോക്കാന്ന് വിചാരിച്ചു. നോക്കി പോണേ. നിനക്കാണെ വണ്ടി ഓടിക്കാൻ അറിയാത്തോണ്ടാണ് എനിക്ക് തരാൻ പേടി. എന്റെ വണ്ടി നീ ഒന്ന് അടങ്ങി നടന്നേ മര്യാദക്ക്. സ്കിഡ് അടിക്കാൻ നോക്കുകയാണ്. അപ്പൊ നമുക്ക് മേലേക്ക് എസ്കലേറ്റർ പോകാൻ പറ്റില്ല, ലിഫ്റ്റിൽ പോവാട്ടോ. പോട്ടെ 10 മിനിറ്റ് അടയ്ക്കുമെന്ന്. കുഞ്ഞ് ആദ്യമായിട്ട് ലിഫ്റ്റ് കയറുന്നല്ലേ? നെഞ്ചിലിക്കളിയായതാണോ എന്തോ. എനിക്ക് ഫസ്റ്റ് അമ്പ
കൊറേ ഉടുപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇത് മെൻസിന്റെ ആണ്. കിഡ്സ് സെക്ഷൻ ആണ് നമുക്ക് പോകേണ്ടത്. കുഞ്ഞൊരു കളിപ്പാട്ടം വാങ്ങാം അല്ലേ? ഒരു കിലിക്ക് മേടിച്ചാലോ? കിലിക്കയാ? കുഞ്ഞിനെ കിലിക്ക് മേടിച്ചില്ലല്ലോ. എവിടെ? ആ ഇത് വാങ്ങിക്കാനാ? ഇതാ ഇത് എത്ര? 5 പേര്. ഇത് പാകായിരിക്കില്ലടാ. ഇനി മെല്ലെ എണീക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. നമുക്ക് വേറൊരു ദിവസം വരാം. എന്നാല് നല്ല സമയമുള്ളപ്പോ വരാം. തിരക്ക് പിടിച്ച് വാങ്ങിച്ചാല്. ഞാൻ ഇന്ന് ഇറങ്ങിയപ്പോഴേ ഇത് തന്നെയാ പറഞ്ഞത്. ഇത് തന്നെയാണ് എപ്പോഴും പറയുന്നത് കേട്ടോ. അതെന്താ? എപ്പോ ഷോപ്പിംഗ് എന്തെങ്കിലും പുറത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തീരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, എന്നാ പിന്നെ മേടിക്കണ്ടല്ലോ. ഇത് കൊള്ളാലോ കുഞ്ഞാ, നമുക്കൊരു ആനനെ വാങ്ങിച്ചാലോ? സ്റ്റാർ ഉള്ളേ അല്ലേ? ഇതെടുക്കാനാണ് ഇത്ര അടുത്തേ. അവിടെ കൊണ്ടു വെക്ക്. കഴിഞ്ഞു വാക്കുക. അടച്ചു ഇനി ബില്ല് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ഒരു ടൈം പറഞ്ഞു. ആ ടൈമിൽ കറക്റ്റ് ക്ലോസ് ആയിട്ടോ. ലൈറ്റ് ഓഫായി. പിന്നെ ബില്ല് ചെയ്യാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. നീ അവിടെ അത് ഞെക്കിയേ. പൂവൊക്കെ പിന്നെ വാങ്ങിക്കാം. പോട്ടെ. എന്തിന്? എവിടെ? പിന്നെ വാങ്ങിക്കാം. ഇങ്ങനെയാട്ടോ. പിന്നെ മരത്തിന്റെ വുഡിന്റെ ഇതിന്റെ അടിയിൽ വെള്ളമാണ് കേട്ടോ. അടിയിൽ ലേക്കാ. അടിയിൽ ലേക്കാണ്. നോക്ക് എടി, നോക്ക്. ആ ലേക്കിന്റെ അടിവശം ഇത്. അതിന്റെ അടിവശം ഇവിടെയാ, അതിന്റെ മേൽവശം അവിടെയും മാറ്റി വെച്ചതായിരിക്കും അല്ലേ? ഭയങ്കര കോമഡി ആയിട്ട്. ആ കാണുന്ന ലേക്ക് അതിന്റെ അടിവശമാണ് ഇത്. ഇതിന്റെ അടിയിൽ വെള്ള, ഈ വുഡിന്റെ അടിയില്. അപ്പൊ നമ്മളിവിടെ ഒരു ലേക്കിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരു സൂത്രം കാണിച്ചു. നീ ആര്യ പിടിക്കും? നീ ഭയങ്കര ക്യാമറമാനാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടോ. കണ്ണ എങ്ങോട്ട്? വേറെ പെണ്ണുങ്ങളുടെ നെറ്റേക്കും വണ്ടിയിലേക്കും. ഞാൻ പറഞ്ഞേ ആ ചേച്ചിനെ കണ്ടപ്പോലെ നിന്റെ ശ്രദ്ധ മാറിയത്. നോക്കടാ, അത് കാണിച്ചു കൊടുത്ത് അരണ്യത്തിന്. എവിടെ? അത് ജീവനില്ലാത്ത അരണ്യടി. അരണ്യത്തിന് കാണിച്ചു കൊടുക്കുന്നല്ലേ പറഞ്ഞ. ജീവനുണ്ടോ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. എടി അതാ പറഞ്ഞ നിന്നോട്. ഇതിന്റെ അടിയാ ഇതെന്ന്. കണ്ടോ, അവിടെ ശരിക്കും ഒറിജിനൽ അരയനുണ്ട്. ഇവിടെ കണ്ടോ അമ്മച്ചിമാരൊക്കെ നടക്കുന്നുണ്ടോ? ഇവിടെ അമ്മച്ചിമാരൊക്കെ കണ്ടോ, കോട്ട് സൂട്ട് കണ്ടോ. അപ്പച്ചനും അമ്മച്ചും പുറകെ നടന്നു പോകുന്ന കേട്ടോ. ഭയങ്കര സ്നേഹത്തോടെ അവര് കൈ പിടിച്ച്. ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ എപ്പോഴും കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കും നമ്മുടെ പാർട്ട്ണറിന്റെ. അത് ഭാര്യ ആവണമെന്നില്ല, കാമുകി ആവണമെന്നില്ല. പിന്നെ എന്തിനാണ് പാർട്ട്ണർ എന്ന് പറയുന്നത്? ബിസിനസ് പാർട്ട്ണറിനെയോ? പോയി കുഞ്ഞാ. അപ്പൊ പൊന്നൂന് താണ്ടെ ഐസ്ക്രീം തന്നെയാണ് ഒരു കോതി. കണ്ടോ ഐസ്ക്രീം വണ്ടി കണ്ടോ നമ്മുടെ ഇവിടുത്തെ ഐസ്ക്രീം വണ്ടിയിൽ പലതരം കളറുള്ള ടൈപ്പ് ഐസ്ക്രീംസ് ഒക്കെ. നമ്മുടെ കുഞ്ഞൊരു വാനാണ് കേട്ടോ. ആ നീലയും വെള്ളയും കളറിൽ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നല്ല കുറെ ഐസ്ക്രീംസ് ഉണ്ട്. നമുക്ക് എന്തായാലും വാങ്ങിക്കാം. ക്യൂ നിൽക്കണം. നല്ല ക്യൂ ഉണ്ട് കേട്ടോ. അവിടെ ഒരു പട്ടിക്കുഞ്ഞുണ്ട്. നമ്മളെ നാട്ടിലെ റെസ്റ്റോറന്റ് ഇല്ലേ, അതുപോലെ ഇവിടെ ഈ പുറകിൽ കാണുന്നത്. ഇതോ പുറത്തിരുന്ന് കഴിക്കാം. അങ്ങനത്തെ സെറ്റപ്പ് കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലെ ഹോട്ടൽ പോലെ ഇവിടെ അങ്ങനെ അത്ര ഹോട്ടൽസ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എന്തെങ്കിലും ഇവിടെ വെയിൽ വന്നാൽ എല്ലാവരും പുറത്തിറങ്ങി ഇങ്ങനെ ഇരിക്കും. വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പക്ഷെ ഭയങ്കര രസമല്ലേ, ഭയങ്കര റിലാക്സിങ് അല്ലേ. കുഞ്ഞു അങ്ങനെ കുഞ്ഞിനെ എടുത്തു. ഇപ്പൊ അതിൽ നിന്ന് എന്താ ചെയ്യുന്നേ? ഇവിടെ മുഖം ക്ലീൻ ആക്കാൻ തോന്നുന്നു കേട്ടോ. എണീച്ചോ? ഐസ്ക്രീം ഫോർ ഡോഗ്സോ? അതാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നേ. ഓറം കിട്ടിയിട്ടുണ്ട്. ഇനി പൊന്നൂന്റെ താങ്ക് യു. ഇപ്പൊ 2 കോൺ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. പൊന്നു കല്ലിന്റെ മേലെ ഇരിക്കുന്നേ. കുഞ്ഞാ ഏതാ? സ്ട്രോബെറി അല്ല, വാനില. സോറി.
കുട്ടിക്ക് ചിയേഴ്സ്. അതെ അപ്പൊ അങ്ങനെ കുഞ്ഞിനെ ആദ്യമായിട്ട് നമ്മൾ പുറത്തു വന്നപ്പം നമ്മൾ എന്ത് കഴിച്ചു? ഐസ്ക്രീം കഴിച്ചു. ഇതെല്ലാം അടയ്ക്കാൻ സമയമായിട്ടോ. അതായത് പിന്നെ താടാ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. നോക്കിയതാ മിനിറ്റ് നോക്കണ. നല്ല സന്തോഷമുണ്ടല്ലേ, നമ്മൾ കൊറേ ആയിരം ഇങ്ങനെ വന്നിട്ട്. കുറെ കാലമായി വന്നിട്ട് പുറത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇറങ്ങണം. ഇടയ്ക്കൊക്കെ എല്ലാവരും ഇറങ്ങുമ്പോൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. ഞാൻ കുഞ്ഞുബേബിനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തിറങ്ങുന്നത്. ഞാൻ വിചാരിച്ചു അവളെ അലമ്പുണ്ടാക്കുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാ കിടക്കുന്നു. നീ ഐസ്ക്രീം നോക്കി കിടക്കാൻ തോന്നുന്നു. അവളെ ആകാശം നോക്കി കിടക്കാം. ആവും. പിന്നെ എല്ലാവരും നമ്മൾക്ക് വേണ്ടിയിട്ട് കുറേ പേര് ഭയങ്കര ഇന്നലത്തെ നൂലുകെട്ടി ചടങ്ങിനെ കുറിച്ച് കുറേ പേര് കമന്റ് ചെയ്തു. എന്താ ഒത്തിരി ആൾക്കാർക്ക് നമ്മുടെ കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ സന്തോഷം ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെ. കുടുംബാകുമ്പോ ശരിക്കും കുടുംബാകുമ്പോ അങ്ങനെ തന്നെയല്ലേ. അതെ, ഞങ്ങൾ ആഘോഷിക്കാൻ തന്നെ ചിന്തിച്ചില്ല അല്ലേ ചേച്ചി. 28 ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുമെന്നേ ചിന്തിച്ചില്ലായിരുന്നു. 28 മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ പോകാനൊന്നും നടക്കില്ല, കുഞ്ഞിന്റെ വിസയും കാര്യങ്ങളൊക്കെ ശരിയാവണല്ലോ. അത് കാരണമാണ് ഞങ്ങൾ നാട്ടിലേക്ക്. എല്ലാവരും ചോദിക്കുന്നുണ്ട് നാട്ടിലേക്ക് എന്താ വരാത്തേന്ന്. പക്ഷെ ഞങ്ങൾ നാട്ടിലേക്ക് വരും. വീട്ടിലുള്ളവരെ കാണണ്ടേ, കാണിക്കണ്ടേ കൊച്ചിനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും കൊതിയാണ് കാണാൻ വേണ്ടിയിട്ട്, ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മള് ഇപ്പൊ താൽക്കാലികമായിട്ടാണല്ലോ നമ്മളിപ്പോ ഇവിടെ നിക്കുന്നത്. നമുക്കൊരു വീട് സെറ്റായി നമ്മള് പെർമനന്റ് ആയിട്ടൊന്ന് മാറി കഴിഞ്ഞിട്ട് അപ്പോഴാണല്ലോ ശരിക്കും നമുക്ക് എന്താണ് നമ്മുടെ ഡേ ഇൻ ലൈഫ് എന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് പെർമനന്റ് ആയിട്ട് മാറി കഴിയുമ്പോൾ നമുക്ക് ഡേ ഇൻ ലൈഫ് ചെയ്യാം അല്ലേ. അത് അപ്പയും മോളും കൂടെ ഭയങ്കര വർത്താനം ചിരിയാണ്. അവൾക്ക് കിച്ചന്റെ മുടി ഭയങ്കര ഇഷ്ടാട്ടോ. മുടി അങ്ങനെ അനങ്ങുന്ന കാണുമ്പോ അവള് ചിരിക്കും. അമ്മന്റെ പുള്ളിക്ക് മാലാക വന്നോടി അമ്മന്റെ കുഞ്ഞിനെ കാണാന്. ആ മാലയൊക്കെ കഴിച്ച് മൂച്ച് തിന്നാനല്ലേ. അയ്യാ, അപ്പയും മോളും സ്നേഹിക്കുമ്പോ എനിക്ക് കുശുമ്പ് വരുന്നടാ. ഭയങ്കര ഇഷ്ടായിട്ടാ പുറത്തിറങ്ങിയത്. കാറ്റൊക്കെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷായി. ആദ്യമായിട്ടല്ലേ പുറത്തിറങ്ങുന്നേ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കുഞ്ഞിന് ഭയങ്കര ചിരിയാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടി ചിരിക്കും കേട്ടോ. നോക്കിട്ട് മുഖത്തേക്ക് നോക്കിട്ട് കാറ്റടിക്കുമ്പോഴത്തേക്കും ചിരിക്കും. സന്തോഷം വന്നു കൊച്ചിന്. അത് കൊച്ചിന് സന്തോഷം വന്നോടാ. നല്ല രസമുണ്ടല്ലേ ചേ. ഒത്തിരി നാൾക്ക് ശേഷം ഇങ്ങനെ പുറത്തിറങ്ങി ഭയങ്കര റിലാക്സ് ആയി ഞാൻ. എന്തായാലും അപ്പനോടാണ് ഭയങ്കര സ്നേഹം അമ്മയുടെ കൊച്ചിന്. എന്താടി ഞാൻ എടുത്തോളാം. ഇനി ഞാൻ കാണിക്കുന്നതായിട്ട് കാണിക്കുക കേട്ടോ. പിന്നെ ഞാൻ പിന്നെ എന്തിനാ ചക്കരക്കുട്ടീനെ കൊണ്ട് അങ്ങനെ ആദ്യമായിട്ട് പുറത്തിറങ്ങിയപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. അതിലെ വണ്ടിയൊക്കെ പോകുന്നൊരു ഒച്ച കേട്ടെ. പോയാലോ? പോവാ. ഇത് ഒരു സൈസ് ഡ്രിങ്ക്സ് ആണ് കേട്ടോ. എത്രയും പെട്ടെന്ന് നമ്മള് വീടൊക്കെ മാറി സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് നല്ല രസമായിരുന്നു. പക്ഷെ ഇവര് നമുക്ക് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ റൈജു ചേട്ടനെയൊക്കെ നമ്മളെങ്ങനെയാ പരിചയപ്പെട്ടേന്ന്. എന്റെ മുഖത്തേക്ക് നോക്കിട്ട് സംസാരിക്കേ. ഇവിടെ സായിപ്പന്മാരൊക്കെ പോകുമ്പോ അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ട് സാമ്പുവിന്റെ കണ്ണ ഇങ്ങനെയാ പോകുന്നത്. എന്താടി റൈജു ചേട്ടനെ നമ്മളപ്പോ എങ്ങനെയാ കണ്ടതെന്ന് വെച്ചാല്, ഞാൻ റൈജു ചേട്ടയ്ക്ക് പണ്ടൊരു ഓട്ടം പോയതാണ്. റൈജു ചേട്ടയ്ക്ക് വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു ഓട്ടം പോയേ. അപ്പൊ അങ്ങനെയുള്ള പരിചയമാണ് കേട്ടോ. അങ്ങനെ പരിചയപ്പെട്ടതാണ്. ഇനിയിപ്പോ 28 കഴിഞ്ഞല്ലോ, പിന്നെ ഡ്യൂട്ടിക്ക് മെല്ലെ പോയി തുടങ്ങാം. അപ്പൊ എന്തായാലും നമുക്ക് അക്കോമഡേഷൻ ഒക്കെ മാറണം. എന്തായാലും വേറെ പുതിയ സ്ഥലം കണ്ടുപിടിക്കണം, ജോലി കണ്ടുപിടിക്കണം.
സ്ഥലം മാറണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇനി. എന്തായാലും നമ്മള് ഈ ജേണി നമ്മുടെ ലൈഫിന്റെ ഒരു ജേണി പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ? തീവണ്ടി പൊക്കോണ്ടിരിക്കുന്ന പോലെ ഓരോ ദിവസം എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങള്. എന്റെ കഴുത്ത് വേനയാണ്, കഴുത്തിലിടുമ്പോ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഹലോ ഞാൻ നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ലൈഫിന്റെ ഓരോ ഭാഗങ്ങളല്ലേ. നമ്മളെന്തായാലും ഇപ്പം നല്ല ഹാപ്പിയാണ്. നമുക്ക് നമ്മുടെ ചിരിച്ച മുഖം കണ്ടപ്പോ തന്നെ നമ്മുടെ കൂട്ടുകാരും ഹാപ്പിയാന്ന് പറഞ്ഞു. അതേപോലെ എല്ലാവരും എന്നും ഹാപ്പി ആയിട്ടിരിക്കും, ഞങ്ങൾ എന്നും ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് സുഖമായിരിക്കുന്നു. നമുക്ക് അങ്ങനെ ഫാമിലിയിൽ ഇങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഹാപ്പി ആയിട്ടിരിക്കാൻ എന്നെ കാണുന്നില്ല, അവൾ അങ്ങോട്ടേക്ക് നോക്കി. ഒച്ച കേട്ടെ, ഒച്ച എവിടുന്നാ തപ്പുന്നേ? അമ്മ ഇവിടെ ഉണ്ട്, ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ. അപ്പൊ ഇത്ര ഉള്ള കൂട്ടുകാരെ, നമ്മൾ എങ്ങോട്ടാന്ന് അറിയാണ്ടായിരുന്നു നമ്മുടെ ഈ ഇന്നത്തെ യാത്ര തുടങ്ങിയത്. നമ്മൾ ഒരു ഐസ്ക്രീം ഒക്കെ തിന്നു. അപ്പൊ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ പൊന്മണി. ഓക്കെ പൊന്മണി, ബൈ ബൈ. കരയാലോ പറഞ്ഞ ബൈ പറയാനോ പറഞ്ഞ.